നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനകത്ത് നമ്മൾ അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ആവാതിരിക്കുകയും ഇനി അഥവാ റൊട്ടേറ്റ് ആവുകയാണെങ്കിൽ വലിയ സൗണ്ടോടുകൂടി റൊട്ടേറ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്യുന്നതാണ്. ഈ ഒരു കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്യുന്നത് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അത് അഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10mm ബോക്സ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. ചില വാഷിംഗ് മെഷീനുകളിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് അഴിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അത് അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയിട്ട് ബാക്ക് സൈഡിലുള്ള കവറിൻ്റെ സ്ക്രൂകളെല്ലാം റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ഗൈസ്, ഈ ഒരു പാർട്ട് കേടായത് കൊണ്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അതുപോലെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. വലിയ സൗണ്ട് കേൾക്കുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ മുകൾ ഭാഗത്ത് റൊട്ടേറ്റ് ആവാതിരിക്കുന്നതെല്ലാം ഈ ഒരു പാർട്ട് കേടായത് കൊണ്ടാണ്. ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് റീപ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അഴിച്ചെടുത്ത് റീപ്ലേസ് ചെയ്യാം. Samurai sword on my back. You don't know how to act. Maybe you should relax. Maybe you should relapse. Just kidding. സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഗ്യാപ്പെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കറക്റ്റ് ഗ്യാപ്പെല്ലാം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ ലീക്കേജ് അതുപോലെ തന്നെ വീണ്ടും കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
Stop, stop.